സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് എപിക്കുള്ള ഒരു സ്മരണാഞ്ജലിയാണ്, ഒരു തിരോധകമാണ്. ആ രീതിയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 10 മിനിറ്റ് വൈകി. 3:30-ക്ക് നമുക്ക് പൊതുസമ്മേളനം, അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. അതുവരെ മാത്രമേ ഗാലറി പ്രവർത്തിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പൊതുസമ്മേളനം കഴിഞ്ഞിട്ട് വീണ്ടും ഗാലറി തുറന്നു കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു അരമണിക്കൂർ നേരം ഈ ചിത്രം കാണുകയും നിങ്ങളെല്ലാവരും ഒരാളും ഒഴിഞ്ഞു പോകാതെ, ഇത് റിക്വസ്റ്റാണ്, അനുസ്മരണ സമ്മേളന വേദിയിലേക്ക് വരികയും ചെയ്യുക.
അദ്ദേഹം താമസിച്ചിരുന്നത് മദ്രാസ് സ്റ്റേഷന്റെ അടുത്ത വാട്ടക്സ് റോഡിന് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ്, കൊളന്തേ സ്ട്രീറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. കൊളന്തേ എന്ന് പറഞ്ഞാൽ തമിഴ് കുട്ടി എന്നർത്ഥം. അതൊരു കുട്ടി സ്ട്രീറ്റായിരുന്നു. പക്ഷെ പാക്ടൗണിലെ ഏറ്റവും വൃത്തിയും മനോഹരമായ ഒരു സ്ട്രീറ്റായിരുന്നു. ആ സ്ട്രീറ്റിലെ 11ാം നമ്പർ കെട്ടിടത്തിലെ ഒരു മുറിയിൽ ആയിരുന്നു അദ്ദേഹം അന്ന് താമസിച്ചത്. അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 29, എനിക്ക് 11, എൻ്റെ ജ്യേഷ്ഠന് 14 വയസ്സ്. കുറച്ച് കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായപ്പോൾ ജ്യേഷ്ഠൻ നാട്ടിലേക്ക് മടങ്ങി. ഞാൻ അവിടെ തന്നെയുള്ള മദ്രാസ് ക്രിസ്ത്യൻ സ്കൂളിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ ഈ നാട്ടുപുറത്തും പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും മദ്രാസ് ക്രിസ്ത്യൻ സ്കൂളുമായുള്ള ഒരു സ്കൂളിൽ അപേക്ഷാഭാവം ഉണ്ടാവേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ഏതാനും മാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവം. പക്ഷേ ആദ്യത്തെ ടെർമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞ മുതൽ എനിക്ക് ആ അപേക്ഷാഭാവം വിട്ടുപോയി. കാരണം ഞാൻ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിയായി മാറിയിരുന്നു. ആ കാലഘട്ടത്തിൽ ആ ഒരു വർഷത്തിൽ 1958 ഞാൻ 3rd form, അതായത് 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് എൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കാൻ വേണ്ടി പോയി. എപ്പോഴും പ്രോഗ്രസ് കാർഡ് നല്ല മാർക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ പറഞ്ഞ 58 പോയപ്പോൾ ഒരു പ്രത്യേകം പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. നിനക്ക് പഠിച്ചിട്ട് എന്താവണം? അങ്ങനെ ഒന്നും തന്നെ ആലോചിക്കാത്ത, ഒരു ആലോചനയില്ലാതെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഞെട്ടിച്ചു. കാരണം അത് സ്വപ്നം കാണാനുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ലേ. പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ കുറച്ചു നേരം മാനമായിരുന്നു. എഴുന്നേറ്റ് പോകുമ്പോൾ പറഞ്ഞു, നീ പഠിക്കുമെങ്കിൽ ഞാൻ പഠിപ്പിക്കുക. പക്ഷെ ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ അരി ഇങ്ങനെയാണ് പറഞ്ഞത്. കേട്ടവരൊക്കെ ചിരിച്ചു. പലരും, ചിലരൊക്കെ അതിക്രൂരമായി പരിഹസിച്ചു. ആ പരിഹാസം എനിക്ക് വല്ലാത്ത വേദനയുണ്ടായി. അപ്പോഴാലോചിച്ചു, അഥവാ എങ്ങനെയെങ്കിലും ഈ പറയുന്ന സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരുടെ മുമ്പിൽ ഒന്ന് തലയുറത്തി നടക്കാം. ഒരു രഹസ്യ അജണ്ട എൻ്റെ മനസ്സിൽ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെ 1963 എൻ്റെ PUC അപ്പോൾ ഡിഗ്രിയല്ല, +2 അല്ല, PUC കഴിഞ്ഞ തന്നെ എനിക്ക് മെഡിക്കൽ സെലക്ഷൻ കിട്ടി. അത് ഇന്നത്തെ മാതിരി നമ്പറും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പത്രത്തിൽ കൃത്യമായിട്ട് KP ശ്രീധരൻ ആത്മവിൽപ്പയിൽ ചൊല്ലി എന്ന് അച്ചടിച്ചു വരുന്നത്. ഒരു ഈ വൈകുന്നേരമാണ് അക്കാലത്ത് പത്രങ്ങൾ മാതൃകയൊക്കെ അവിടെ വന്നിരുന്നത്. വൈകുന്നേരം വീണ്ടും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു വലിയ ഇത് അറിഞ്ഞുകൊണ്ടേ തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ എവിടെയാണെന്ന് അന്വേഷിച്ചു. ഞാൻ അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ലൈൻ നടത്താൻ വിളിച്ചു, എവിടെയാണ് എൻ്റെ ജ്യേഷ്ഠനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവമുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ വാഹനം ഒരു ജാവ മോട്ടോർ ബൈക്കായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കുതിച്ചെത്തി. ഞാനിത് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠനെ സന്തോഷം കൊണ്ട്
അതിരുവിട്ട സന്ദർഭങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അധികം കണ്ടിട്ടില്ല. അതൊരവസരമായിരുന്നു അദ്ദേഹത്തിന്. അത്രയധികം സന്തോഷം. അപ്പൊ നിങ്ങളൊരു വിചാരിക്കും, എന്താണ് ഇതിൽ ഇത്ര വലിയ കാര്യം? ഞാൻ പറയുന്നത് 63 കൊല്ലം മുമ്പേയുടെ കാര്യമാണ്. അന്ന് ഇന്നാണെങ്കിൽ ഒരു MBBS കാരനോ അല്ലെങ്കിൽ BTech കാരനോ ഇല്ലാത്ത ഒറ്റ വീടും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ 63 കൊല്ലം മുമ്പുള്ള സ്ഥിതി അതായിരുന്നില്ല. ചൊക്ലി പതിനൊരു മാഹി പഞ്ചായത്തിൽ ഒന്നും തന്നെ MBBS സെലക്ഷൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അതും നിർദ്ധനും നിരക്ഷരമായ ഫാമിലിയിൽ നിന്ന് കുടുംബത്തിൽ വരുന്ന എനിക്ക് അത് കിട്ടാന്ന് പറഞ്ഞാൽ, അല്ലെ അത് സാധിച്ചതെന്ന് വ്യക്തിയെ നിലക്ക് ഏട്ടനുണ്ടാകുന്ന ആ സന്തോഷം അത് വർണ്ണനാതീതമാണ്. അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ എന്നെ ഇരുത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ VC ദാമോദരൻ എന്റെ വ്യക്തിയുടെ അടുത്തേക്ക് പറയുന്നത്. നമ്മുടെ അനിയന് ശ്രീധരന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഏറെ സന്തോഷിച്ചു. കുഞ്ഞിക്കണ്ണ നീ അത് നേടിയല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് MBA ദാമോദരന്റെ അടുത്താണ്. ദാമോദരന് വലിയ സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും പാവപ്പെട്ടവർക്ക് വല്ലാത്തൊരു സ്നേഹവും അനുകമ്പയുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഞാൻ ഏറെ അനുഭവിച്ച വ്യക്തി കൂടിയാണ്. വേറൊരു അതേമാതിരി അവസരം എന്റെ ഓർമ്മയിൽ വരുന്നത് 1993 മാഹിയിൽ മലയാള കലാഗ്രാമം ഉദ്ഘാടനം ചെയ്ത ആ സമയത്താണ്. 1993 22, അതായത് ദിനോപയോഗിക്കുന്ന തലേന്ന് 24, 25, 26 ഈ ഭാഗത്ത് അന്ന് മറ്റേ സ്റ്റാൻഡുകളൊന്നും ലഭ്യമില്ല. ഉണ്ടോ എന്നതിന് സംശയമാണ്. 32 വർഷം മുൻപാണ് ഉള്ള പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യം നൽകി ഒരു വലിയ സംഭവം ഇവിടെ മാഹി നടത്തുന്നു എന്ന് പറഞ്ഞ് അത് പബ്ലിഷ് ചെയ്തിരുന്നു. ഇതിന് കാരണം ഒരു സുസമ്മേളനത്തിൽ വെച്ച് CM ഗോവിന്ദൻ ഒരു അഭിപ്രായം പറഞ്ഞു. എന്റെ മനസ്സിൽ അദ്ദേഹം ഒരു എന്താ പറയുക സ്വപ്നാടകമായുള്ള വ്യക്തി അല്ലെങ്കിൽ ദീർഘദർശിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതാണ്: ഒരു സുന്ദരമായ സ്ഥലത്ത് ഒരു കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും കവികൾക്കും എല്ലാം സമ്മേളിച്ച് ആശയവിനിമയം നടത്താനും സഹപ്രവർത്തനം നടത്താനും ഒക്കെയുള്ള ഒരു സ്ഥലം. അപ്പൊ അദ്ദേഹം അത് ഹൃദയം പറഞ്ഞു പോയി. പക്ഷെ അത് കേട്ടു നിന്ന ജ്യേഷ്ഠന്റെ മനസ്സിൽ അത് ഒരു വല്ലാതെ ആവേശം അല്ലെങ്കിൽ ഒരു വിത്ത് ആണ് അദ്ദേഹം. തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക. ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ KK മാരാർക്കമാണ്. അദ്ദേഹം നമ്മുടെ വടക്കേ മലബാറിൽ അറിയാത്തവരാരും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. പ്രഭാഷകൻ, ചരിത്രകാരൻ, കലാകാരൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ സർവകലാഫലങ്ങൾ അങ്ങനത്തെയുള്ള വ്യക്തിയാണ്. ശ്രീ AP കുഞ്ഞിക്കണ്ണനായിട്ട് ഏറ്റവും അടുത്ത ബന്ധം, ഒരു സഹോദര തുല്യമായ ബന്ധം പുലർത്തിയ വ്യക്തിയാണ്. എപ്പോഴും മാരാറെ പറ്റി ഇപ്പോഴും ഓർക്കുകയും പറയുകയും ഒക്കെ ദേശം ചെയ്യാറുണ്ട്. ശ്രീ മാരാറെ ഈ സദസ്സിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. അടുത്തതായി ഇവിടെ അനുസ്മരണം നടത്തുന്നത്
ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രാണ്. ഏറെക്കാലം നമ്മുടെ കലാകാരത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും സഹായവും സഹകരണവും നടത്താവുന്ന ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ CAP അനുസ്മരിക്കുന്നത് പ്രിയപ്പെട്ട ചാലക്കര പുരുഷമാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ ഇത്തരം പരിപാടികളിലും ഒരു നിറ സാന്നിധ്യമാണ്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, എഴുത്തുകാരനാണ്, നല്ല പാട്ടുപാടും, പ്രഭാഷകനാണ്. ഈ വിധത്തിലെല്ലാം തന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല CAP കുഞ്ഞിക്കണ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് ചാലക്കര പുരുഷു. അദ്ദേഹം മദ്രാസിൽ പോയിട്ട് പിന്നെ കുറച്ച് ദിവസം APയുടെ കൂടെ താമസിച്ചിരുന്നു. ആ കാലഘട്ടത്തൊക്കെ വളരെ നല്ല ബന്ധമായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അസാധാരണ ജിഷണാശാലിയാണ് ചാലക്കര പുരുഷു എന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അസീസ് മാഹി. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലക്കാണ് ലോകം അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിൽ തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരും. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഈ നാട്ടിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹം നല്ല സാന്നിധ്യമാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെ സ്നേഹത്തിൻ്റെ ഭാഷത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ പപ്പേട്ടനെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാനും വല്ലാതെയായി. എനിക്ക് രക്തബന്ധമില്ലെങ്കിലും 78 കൊല്ലത്തെ ആത്മബന്ധം ഒരു തരത്തിലുള്ള തട്ടോ തടവോ ഇല്ലാതെ ഈ 78 കൊല്ലവും ആ ബന്ധം ഇപ്പോൾ 2 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വല്ലാതെ അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ ബന്ധം വളർന്നത്, വികസിച്ചത് എന്നൊക്കെ എൻ്റെ ഏറ്റവും അമൂല്യമായ ഓർമ്മകളാണ്. ഞാൻ ദീർഘിച്ചിട്ട് പറയുന്നില്ല, കാരണം എനിക്കും ശാരീരികമായ വിഷമങ്ങളുണ്ട്. ഞാൻ ആ വിഷമങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ സത്യത്തിൽ ഒരു കാര്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഈ മനുഷ്യരോട് ഉള്ള സ്നേഹ ബഹുമാനം മുഴുവൻ ഒരു കഥയിൽ കുറിച്ചിട്ടിരിക്കുന്നത്. കുഞ്ഞിക്കണ്ണനെ കുറിച്ച്
ഏതാണ്ട് 4-5 കഥകൾ ഇതിന് മുൻപ് ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാം ശരിക്കും നടന്ന കാര്യങ്ങളാണ്. അതിന് ഒരു കഥാരൂപം കൊടുത്തു എന്നേ. ഞാൻ ഈയിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സ്വപ്നം ആണ് ഏറ്റവും ഒടുവിൽ എഴുതിയ ഈ കഥയ്ക്ക് ആധാരം. കുഞ്ഞിക്കണ്ണൻ എൻ്റെ അടുക്കൽ വരുന്നു, എന്നോട് പറയുന്നു, വാ നമുക്ക് ഇന്നലേക്ക് വരെ ഒന്ന് പോകാമെന്ന്. ഞാനെൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമോ, ഞാൻ മദ്രാസിലൊന്നുമല്ല. പിന്നെ നമ്മുടെ സഞ്ചാരം മുഴുവൻ മദ്രാസിലൂടെ. ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. വിഘടനയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തീരില്ല, എഴുതിയാലും തീരില്ല. അത്രയ്ക്ക് അനുഭവങ്ങളുണ്ട്. ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ്, ഈ കഥ അവസാനിക്കുന്നത് എൻ്റെ സ്വപ്നം വന്യീക്കപ്പെടുന്നത്. അവിടെ ഏതാനും വരികളിൽ അത് അവസാനിക്കുന്നു. കഥയുടെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് കഥയുടെ പേര്. എനിക്ക് ഇവിടെ വന്ന ഓരോ ബഹുമാന്യ വ്യക്തിയോടുമുള്ള അപേക്ഷ, എനിക്കറിയാം നിങ്ങളൊക്കെ കുഞ്ഞിക്കണ്ണനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമുള്ള അപേക്ഷ, സുഹൃത്തുക്കളെ, നിങ്ങൾ ദയവായി ഈ വരുന്ന ദേശാഭിമാനി ഓണം വിശേഷാൽ പതിപ്പ് ഈ കഥ വായിക്കണം എന്നാണ്. ഞാനതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ദേശാഭിമാനിക്ക് ഈ ഓണം വിശേഷാൽ പതിപ്പ് മറന്നുപോകും. ഞാൻ ഇത്തവണയും മലയാളത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പത്രങ്ങളിൽ ഓണം വിശാഖപതിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃഷ്ണൻകുട്ടി എന്ന ദേശാഭിമാനി ഓണം വിശേഷാൽപ്പതിപ്പ് ഈ കഥയാണ്. വായിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും വാങ്ങണം, വായിക്കണം. ഇന്നിവിടെ വന്നിട്ടുള്ള മാന്യന്മാരെ ഷംഷീറിനെ കുറിച്ച് പറയേണ്ടുന്ന ആവശ്യമില്ല. ഷംഷീറും ഞാനുമായിട്ടും ദീർഘകാലത്തെ സ്നേഹബന്ധം. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. കാരണം നമ്മളത്രയും അടികൂടി. ആ അടികൂടൽ വളരെ വേഗത്തിൽ പോകും. പിന്നെയും അടികൂടും, പിന്നെയും രോഗ്യമാകും. ഇപ്പോൾ കുറെ കാലമായി അടികൂടുന്നത് വയസ്സായതുകൊണ്ട് എന്താണെന്നറിയില്ല. ഇപ്പോഴത്തെ അടികൂടലില്ല. ഇപ്പോൾ സ്നേഹബന്ധം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാം. അതൊരുപക്ഷെ ഇവിടെ എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായി. എനിക്ക് മാത്രം. കുഞ്ഞിക്കണ്ണൻ ഏറ്റവും സ്നേഹിച്ച മറ്റൊരു
മറ്റൊരു വ്യക്തിയുണ്ട് ഏറ്റവും അത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിക്കുന്നത് കണ്ടാൽ കുഞ്ഞിക്കണ്ണൻ ഘോഷാകുലനാണ്. എന്നിട്ട് എന്നോട് പറയും, എടോ അവനെ വിടരുത്, വിമർശിച്ചവൻ അവന് വിടരുത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്ന കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ പതിവില്ല. അതിൻ്റെ കാരണമൊന്നും ഒരിക്കലും കുഞ്ഞിക്കണ്ണൻ ആരോടും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞിക്കണ്ണന് പിണറായി വിജയന് പരിപൂർണ്ണ വിശ്വാസമായി. പിന്നെ നാട്ടുകാരൻ തന്നെ പോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നവൻ, സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നവൻ. കുഞ്ഞിക്കണ്ണൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന് ഏറ്റവും വലിയൊരു കവചം ഒരുക്കുമായിരുന്നു. പിണറായിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് പറയും, വിടരുത് വിടരുത്. അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ കുഞ്ഞിക്കണ്ണനെ ഒരു ആവശ്യമില്ലാതായി ഞാൻ കണ്ടിരുന്നു. ഇതും കൂടി ഈ സദസ്സിൽ വെച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയതോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കലാഗ്രാമത്തിൻ്റെ ആവിർഭാവം മുതൽക്ക് ഇവിടെ വരുന്നുണ്ട്, സംസാരിക്കുന്നു ആദ്യമായിട്ട്. കാരണം ഇനി അധികകാലം വരെ കുഞ്ഞിക്കണ്ണനും ഞാനും തമ്മിൽ വയസ്സ് കുറച്ച് വ്യത്യാസം മാത്രമേ, കുറച്ച് വ്യത്യാസം മാത്രമേ. ഏതായാലും ഇവിടെ ക്ഷണിച്ച ഡോക്ടർ ശ്രീധരനോട് അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംഷീറും കെ ഇനി പ്രസംഗിക്കാൻ പോകുന്നത് എല്ലാവരോടും എനിക്കുള്ള അകൈതവമായ സ്നേഹവും നന്ദിയും രണ്ടാമത് ചരമവാർഷികത്തിന് അനുസ്മരണത്തിനായി എന്നെ ക്ഷണിച്ചത് ശ്രീധരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചതുപോലെ തന്നെ എനിക്ക് അദ്ദേഹം ഒരു വിധമില്ലാണ്. അദ്ദേഹം എൻ്റെ ഒരു വെല്ലുവിളിച്ച കൂടിയാണ്. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ പപ്പേട്ടൻ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, എന്തായാലും പങ്കെടുക്കണം എന്നായിരുന്നു എൻ്റെ ആവശ്യം. നേരത്തെ 9-ാം തീയതിയാണത്, 9-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിക്കണ്ണൻ മരിച്ച ദിവസം. പക്ഷെ 9 നിങ്ങൾക്കറിയാം പൊതു പണിമുടക്കായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് അത് 12-ലേക്ക് കഴിവുകൾ മാറ്റിയത്. ഇവിടെ പപ്പേട്ടൻ പറഞ്ഞ പോലൊന്നും കുഞ്ഞിക്കണ്ണനെ കുറിച്ച് പറയാൻ എനിക്കില്ല. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കാവ്യമാണ്. എനിക്ക് അദ്ദേഹത്തെ ദൂരത്ത് കണ്ട പരിചയം മാത്രമേ. അദ്ദേഹത്തെ എനിക്കറിയുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ പിതൃ സഹോദരൻ നിലക്കാണ് ആദ്യമറിഞ്ഞത്. പിന്നീട് ഞാൻ അറിഞ്ഞത് കലാഗ്രാമം എന്ന ഈ സാംസ്കാരിക കേന്ദ്രം ഈ കുന്നിന് മുകളിൽ കെട്ടിപ്പോക്കാൻ നേതൃത്വം കൊടുത്തവരാണ്. ന്യൂമാഹിയിലും മാഹിയിലുമുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ലോകത്തറിയപ്പെടുന്ന പ്രഗത്ഭന്മാരെ ആളുകളെ കാണാൻ അവസരമൊരുക്കി കൊടുത്തവരാണെന്നില്ല. ഈ മലയാള കലാഗ്രാമത്തിൽ വരാത്തവരെ ആരുണ്ടാവില്ല. വെങ്കട്ടരാമൻ മുതൽ എത്രയോ പ്രഗത്ഭന്മാർ വന്നുപോയ സ്ഥലമാണ്. അത് കേവലം രാഷ്ട്രീയ രംഗത്തുള്ളവർ മാത്രമല്ല, ഭരണരംഗത്തുള്ളവർ മാത്രമല്ല, സിനിമാ ലോകത്തെ, സാംസ്കാരിക ലോകത്തെ എത്രയോ പ്രഗത്ഭന്മാരെ ഈ മാഹിയിലെയും ന്യൂമാഹിയിലെയും സാധാരണക്കാർക്ക് കാണാൻ അവസരമൊരുക്കി കൊടുത്ത വ്യക്തികളുടെ ശ്രീ പി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അദ്ദേഹം ഇവിടെ ഈ മലയാള കലാഗ്രാമം കെട്ടിപ്പൊക്കിയില്ലായിരുന്നുവെങ്കിൽ, ഈ ഒരു സാംസ്കാരിക സ്ഥാപനം കെട്ടിപ്പൊക്കിയില്ലായിരുന്നുവെങ്കിൽ
ഈ മാഹിയിലും ന്യൂമാഹിയിലുമുള്ള കേവലം ടി വിയിലും പരിശീലനമുള്ള കേവലം ടി വിയിലൂടെയും പത്രത്താളുടെയും മാത്രം കണ്ട എത്രയോ പ്രജന്മാരെ അവർക്ക് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിരുന്നതാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കും പപ്പേട്ടൻ പറഞ്ഞിട്ടൊരു കാര്യം, പപ്പേട്ടൻ സ്നേഹിച്ചു, ശാസിച്ചു, അടികൂടി. പക്ഷെ ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ അടികൂടി വരില്ല, പപ്പേട്ടൻ ഇങ്ങോട്ട് അടികൂടുന്നതാണ്. 10 വർഷമായി പപ്പേട്ടൻ എന്ന വലിയ സ്നേഹമാണ്. തിരിച്ച് പപ്പേട്ടനോട് എല്ലാ കാലത്തും എനിക്ക് സ്നേഹം. ഇവിടെ കമലഹാസൻ വരുന്നൊരു ഘട്ടത്തിൽ ഒരു പ്രതിഷേധം പപ്പേട്ടൻ നോക്കുന്നുണ്ടാകും. കമലഹാസനോടുള്ള പ്രതിഷേധമല്ല, മറിച്ച് ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾ വരുന്ന ഘട്ടത്തിൽ അന്ന് മധ്യവർത്തിയിൽ നിന്നാണ് പപ്പേട്ടൻ. ഇതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ചില പരാമർശങ്ങൾ നടത്തിയപ്പം അതിവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകർക്ക് മുറിവേൽപ്പിച്ചപ്പം അവർ പ്രതിഷേധവുമായി കടന്നു വരുന്നത് കണ്ടപ്പോൾ അന്ന് CPM നേതാക്കന്മാരായ സഖാവ് കോടിയേരിയും അന്നത്തെ CPM ജില്ലാ സെക്രട്ടറിയായ സഖാവ് പി ശശിയും അന്ന് പപ്പേട്ടനായിരുന്നു. അത് കമലഹാസൻ വരുന്നത് മാത്രമല്ല, അത് കുഞ്ഞിക്കണ്ണൻ്റെ പരിപാടിയാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്ന് യഥാർത്ഥത്തിൽ അന്ന് പപ്പേട്ടൻ മുൻകൈയെടുത്തുകൊണ്ടാണ് അന്നൊരു പ്രതിഷേധമൊന്നും ഇല്ലാതെ പോയത്. അപ്പം അങ്ങനെ ഈ മേഖലയിലെ സാധാരണക്കാർ എത്രയോ പ്രഗത്ഭന്മാരായ ആളുകളെ നേരിട്ട് കാണാൻ അവസരമൊരുക്കി കൊടുത്ത സ്ഥലം. അത് മാത്രമല്ല, എത്രയോ സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ചിത്രകല പരിശീലിക്കാനും മറ്റും അവസരമൊരുക്കി കൊടുത്തൊരു മഹത്തായ സ്ഥാപനമാണ് മലയാള കലാഗ്രാമം. ആ മലയാള കലാഗ്രാമം എന്ന ഈ സ്ഥാപനം പടുത്തുയർത്തിയ മഹാനായ മനുഷ്യന്റെ പേരാണ് AP കുഞ്ഞിക്കണ്ണൻ എന്നുള്ളത്. അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ AP കുഞ്ഞിക്കണ്ണന്റെ കൂടെ പപ്പേട്ടന്റെ കൂടെ ഞാൻ പങ്കെടുത്തൊരു പരിപാടി പപ്പേട്ടന്റെ ബസ് അർദ്ധകരായ പ്രതികളുണ്ടായി. അത് അനാച്ഛാദനം ചെയ്ത ശശി തരൂരായിരുന്നു. ആ ചടങ്ങിനകത്താണ് അന്ന് KPയുടെ കൂടെ കുഞ്ഞിക്കണ്ണന്റെ കൂടെ പപ്പേട്ടന്റെ കൂടെ ഞാൻ ഈ പരിപാടി കണ്ടത്. അപ്പം അത്രയധികം സാധാരണക്കാരനെ സ്നേഹിച്ച, സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച, സാംസ്കാരിക മേഖലയിൽ ആളുകളെ സഹായിച്ച ഏത് കണ്ണൂർ ജില്ലയിലെ എന്നല്ല തലശ്ശേരി ചൊക്ലി മേഖലയിലെ ഏത് സാധാരണക്കാരൻ്റെയും അഭയകേന്ദ്രമായിരുന്നു കുഞ്ഞിക്കണ്ണന്റെ മദ്രാസിൽ ആസ്ഥാനം എന്നതാണ്. അദ്ദേഹം 2 വർഷം പിരിഞ്ഞിരിക്കുന്നു, നമ്മെ വിട്ടു പോയിരിക്കുന്നു 2 വർഷം. പക്ഷെ അദ്ദേഹം പടുത്തുയർത്തി മഹത്തായ സ്ഥാപനം ഇവിടെ എല്ലാ കാലത്തും നിലനിൽക്കും എന്ന സൂചനയാണ് ഇവിടെ ഒത്തുകൂടിയത്. ഇതൊരു പ്രൗഢഗംഭീരമായ സദസ്സാണ്, വളരെയധികം പ്രൗഢഗംഭീരമായ സദസ്സ്. അവർ ഇതിൽ എല്ലാവരും ഒത്തുകൂടിയത് AP കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തിയുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായാണ്. ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നു എന്നൊരു അറിയിപ്പ് കൊടുത്തപ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചാണ് ഇവിടെ പങ്കെടുത്തവരെല്ലാം പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യം കടന്നു പോകുന്നില്ല. നിങ്ങൾക്കറിയാം, AP സാധാരണക്കാരുടെ ജീവിച്ച മനുഷ്യനാണ്, സാധാരണക്കാരുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഒരു കാലത്ത് വോട്ടവകാശം ഉണ്ടായത് ഒരു എൻലൈറ്റ് ഗ്രൂപ്പിനായിട്ട് ഒരു വരണ്യ വർഗത്തിന്. നിർഭാഗ്യവശാൽ ഇന്ന് ഈ രാജ്യത്തെ വോട്ട് അതേ അർത്ഥത്തിനെ കൊണ്ടുപോകാൻ തീവ്ര പരിശ്രമം നടക്കുന്നു. ഒരു വരണ്യ വിഭാഗത്തിന് അല്ലെങ്കിൽ എലീറ്റ് ക്ലാസ്സിൽ മാത്രം കൂട്ടുന്ന രീതിയിലേക്ക് ഈ രാജ്യം മാറി ചിന്തിക്കുന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ബീഹാർ. നിങ്ങൾ 326 ആർട്ടിക്കിൾ 326 പറയുന്നു, എവരി ഇന്ത്യൻ സിറ്റിസൺ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഈ രാജ്യത്തെ ഒരു ചെറു ന്യൂനപക്ഷത്തിന് എലീറ്റ് വിഭാഗത്തിലേക്ക് മാറ്റി തീർക്കുന്ന പ്രക്രിയയുടെ പരീക്ഷണ കേന്ദ്രമായി ബീഹാർ മാറുന്നു. ഇന്ത്യൻ ഭരണഘടന 326 എന്ന വകുപ്പ് ഈ രാജ്യത്തെ പൗരന് വോട്ട് ചെയ്യാൻ അവകാശം നൽകുമ്പോൾ ആ ഭരണഘടന വകുപ്പിനെ ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു എക്സ്പെരിമെന്റ് കേന്ദ്രമായി ബീഹാർ എന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം മാറുന്ന ദൃഷ്ടാന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയും റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണങ്ങളായി സുപ്രീം കോടതി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഭരണഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പരാമർശമുണ്ട്. At the bottom, democracy is a tribute to a little man going to little booth with his little pencil, marking a cross in his little piece of paper. That is democracy. ഈ രാജ്യത്തെ സാധാരണ പൗരൻ അവന്റെ സാധാരണ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഷ്ണം കടലാസിനകത്ത് ഇൻറ്റു മാർക്ക് ചെയ്യുന്ന രാജ്യത്തെ ജനാധിപത്യത്തിന് വിൻസ്റ്റൺ ചർച്ചിൽ പരാമർശിച്ചെങ്കിൽ ഇന്ന് അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരന് വോട്ടവകാശം നിശ്ചയിക്കുന്ന രീതിയിലേക്കുള്ള പരീക്ഷണശാലയായി ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം മാറിത്തീരുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരണം. സ്പീക്കർ രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ? ജനാധിപത്യവും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്പീക്കർ. ഭരണഘടനയെ അസ്ഥാനത്താക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ
ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ പ്രവർത്തിക്കേണ്ട ഒരാൾ അഭിപ്രായം പറയേണ്ടി വരും. അങ്ങനെ അഭിപ്രായം പറയേണ്ട ഒരു വർത്തമാനകാല ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. അത് നിരാശജനകമായ ഒരു കാഴ്ചയാണ്. വോട്ടിംഗ് ഒരു സാധാരണ പൗരന്റെ അവകാശമാണ്. അവിടെ ബീഹാറിൽ ഇതിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ബീഹാറിൽ നിന്നും അത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ കീഴടക്കി ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തേക്കും വരാൻ അധികാരം ഉണ്ടാവില്ല എന്ന കാര്യം നാം മറന്നുപോകരുത്. അതുകൊണ്ട് ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ രാജ്യത്തെ സാധാരണക്കാരന് വോട്ടവകാശം ഉണ്ടാകണം, അതിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ. ജനാധിപത്യത്തിൽ ഓരോ ആൾക്കും ഓരോ അവകാശമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തെ പൗരന്റെ ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത. അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശമുണ്ട്. നമുക്കറിയിപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യം, കേരള സർവകലാശാല ഉണ്ടായിരുന്നു. ജോൺ മത്തായി എന്ന വിശ്വവിഖ്യാതനായ വ്യക്തിയിരുന്ന പദവിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ പദവി. ഇന്ന് അവിടെ റിട്ടയറായ ഒരാളെ കൊണ്ടുപോയിരുത്തി അതൊരു പെൻഷൻ ഹീകവുമാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരണം. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എനിക്കൊരു അവകാശമുണ്ട്, ഗവർണർക്ക് അവകാശമുണ്ട്, മന്ത്രിമാർക്ക് അവകാശമുണ്ട്, MLA-മാർക്ക് അവകാശമുണ്ട്. ഓരോ പൗരനും ഒരു അവകാശം വളരെ കൃത്യമായി ഭരണഘടന നൽകുന്നു. അതിലാരെങ്കിലും കൈയിട്ട് വരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. എന്റെ അവകാശത്തിന്റെ മുകളിൽ മറ്റൊരു കൈയിട്ട് വരാൻ പാടില്ല. അത് ഭരണഘടന ലംഘനമാണ്. സ്റ്റേറ്റിന്റെ വിഷയമാണ് വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ വിഷയമാകുമ്പോൾ ആ സ്റ്റേറ്റിന്റെ വിഷയത്തിനകത്ത് സ്റ്റേറ്റ് ഇടപെടണം. അതിന്റെ മുകളിൽ കൈകടത്താൻ പാടില്ല. നിർഭാഗ്യവശാൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില റിട്ടയർഡ് ആളുകളെ കൊണ്ടുപോയി കുടിയിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അശാന്തി വളർത്താൻ ശ്രമിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെടണം. അത്തരം നീക്കങ്ങൾ അദ്ദേഹം അതിന് പിന്തിരിപ്പിക്കണം. ചാൻസലർ നിലയിൽ സർവകലാശാല വൈസ് ചാൻസലർ അതിന് പിന്തിരിപ്പിക്കാൻ ഗവർണർ ഇറങ്ങണമെന്ന് എല്ലാ ബഹുമാനങ്ങളും അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നു. ഏതായാലും ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്. ഈ രാജ്യം ഓരോ പൗരനും ഒരു അവകാശം നൽകുന്നു. 1989 വരെ ഈ രാജ്യത്തെ വോട്ടിംഗ് റൈറ്റ് 21 വയസ്സുള്ളവരായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ വോട്ടിംഗ് റൈറ്റ് പൗരന്റെ 18 മാറ്റി. 18 വയസ്സുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഈ രാജ്യം അനുവാദം നൽകുമ്പോൾ അത് ജാതി, മത, ലിംഗ ഭേദമന്യേ വോട്ട് ചെയ്യാം. അതാണ് ഇവിടെ പിടിച്ചിട്ടാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ശക്തമായ വികാരം ഉയർന്നു വരണം എന്ന് മാത്രം. കാരണം സാധാരണക്കാരന് വേണ്ടി ശബ്ദിച്ച, സാധാരണക്കാരനോട് നിലകൊണ്ട വ്യക്തിയായിരുന്നു CAP. സാധാരണക്കാരനോട് നിലകൊണ്ട വ്യക്തി. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ അത്രമാത്രം ആ ഭാഗം കൂടി മാത്രം പരാമർശിച്ച് ഒരുപക്ഷെ എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാൻ നാരായണമാഷ് ഉൾപ്പെടെയുള്ള അദ്ദേഹവുമായി വളരെയധികം ആത്മബന്ധമുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട് എന്നതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ, ഇത് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം എന്നത് ഓർണമെന്റലാണ്. പത്തോട്ടെണ്ണ പോലെ അറിയിക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു പറയുമ്പോൾ അതിന് ഔചിത്യമുണ്ട്. പിന്നെ ഈ സ്ഥാനമുണ്ട്. നേരത്തെ പറഞ്ഞ ഭരണഘടനയിൽ സ്പീക്കർ മുകളിലായതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ഞങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. ജനങ്ങൾ തീരുമാനിച്ചാൽ സ്പീക്കർ സ്ഥാനം മാറും, സ്പീക്കറെ മാറ്റാം. പക്ഷെ പപ്പാട്ടിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. കഥയുടെ ബലപതിയുടെ മഹാനായ മനുഷ്യനെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. അത് അദ്ദേഹം ജീവിച്ചു നിൽക്കുന്നിടത്തോളം കാലം ഈ നാട് അദ്ദേഹത്തിന് കൊടുത്ത പട്ടമാണ് കഥയുടെ ബലപതി എന്ന പട്ടം. അതുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ എനിക്കൊരു ചമ്മലിട്ട് പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്ന പറയുന്നത് നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി ഇതിനെല്ലാവരും ആശംസകളും നടന്നുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കും. പക്ഷെ കഥ വായിക്കുമ്പോൾ ഞാൻ അറിയാതെ ആ കഥയുടെ ഭാവങ്ങളിലേക്ക് പോയി. തമിഴ് ഉൾപ്പെടെ ചേർത്തൊരു കഥയാണ്. ഇത് കഴിഞ്ഞപ്പോഴും അപ്പോഴൊന്നും പറഞ്ഞില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കണ്ണാൻ എന്നെ വിളിച്ചു. എന്നോടൊന്നും മനസ്സുകൊണ്ടാണ് കഥ വായിച്ചതിൻ്റെ. പിന്നെ ചോദിച്ചതുകൊണ്ട് തമിഴ് അറിയാമില്ല. കാരണം അതിലെ തമിഴ് സംസാരങ്ങളൊക്കെ തമിഴിൻ്റെ ഭാവത്തിൽ തന്നെ വായിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിന് കാരണക്കാരൻ എൻ്റെ അയൽവാസിയാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും പെരുമാറും. അവർ വീട്ടിൽ തമിഴാണ് സംസാരിക്കുക.
കുഞ്ഞിക്കണ്ണൻ കഥാപാത്രമായ കഥയാണ്. സത്യത്തിൽ കഥകളിൽ അനശ്വരനാഥ എന്ന് പറയും. മലയാളത്തിൻ്റെ ചെറുകഥകളുടെ കുലപതിയാണെന്ന് പറയാം. പപ്പട്ടൻ എഴുതിയ കഥകളിൽ എത്ര കാലം നിൽക്കുന്നു. അതിൽ കഥാപാത്രമായി മാറിയ ഒരു മനുഷ്യൻ. സാധാരണ കഥാപാത്രങ്ങൾ പലരും ഭാവനയിൽ ജനിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു യഥാർത്ഥ മനുഷ്യൻ പച്ചയായിട്ട് പപ്പട്ടൻ അതിൽ കഥാപാത്രമാക്കി മാറ്റി. കുഞ്ഞിക്കണ്ണനുള്ള സ്മാരകമാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്ന ഏകദേശം 4 പതിറ്റാണ്ടായിട്ടാണ്. പരിചയപ്പെട്ട അന്ന് മുതൽ നൽകുന്ന സ്നേഹം, ഒരു അനുജനോട് നൽകുന്ന സ്നേഹം, അത് വല്ലാതെ അനുഭവിച്ചതാണ്. കലാഗ്രാമം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നോട് പറഞ്ഞത് ഞാൻ ഗുരുനാഥ തുല്യം സ്നേഹിച്ച ശ്രീ വിജയനാണ്. ഇങ്ങനെ കലാഗ്രാമത്തിൽ ആദ്യം വരുന്നത് താഴെയുള്ള കെട്ടിടം കൊച്ചിൻ ഹൗസ്. അത് കുഞ്ഞിക്കണ്ണട്ടം വിലക്കെടുത്ത്, സാധാരണ നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട്, ഒരു പറമ്പ് വിലക്കെടുത്താൽ അത് കൈവശം വന്നു എന്ന് കാണിക്കാൻ ചെയ്യുന്നൊരു ആദ്യ കാര്യം കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ ഇളനീര് കൊത്തുക. പടകൾ തെങ്ങിൻ്റെ അലയിൽ നിന്ന് 2-3 ഇളനീര് കൊത്തി താഴെ ഇറക്കി അതെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. അതുപോലെ ഇവിടെ വന്നപ്പോൾ കുറേ പ്രത്യേകിച്ച് ഞാൻ ഒക്കെ ശ്രീയില്ല കുഞ്ഞിക്കണ്ണട്ടൻ്റെ കാര്യമുണ്ട്. അങ്ങനെ ഈ കലാഗ്രാമം അദ്ദേഹത്തിൻ്റെ കൈവശം വന്ന സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ ആദ്യം ഭാഗമാക്കുക. കൊച്ചിൻ ഹൗസിൽ അന്ന് കൊച്ചിൻ ഹൗസിനൊരു അടുക്കളയുണ്ടായി. പക്ഷെ പിന്നെ വന്നപ്പോഴാണ് അത്ഭുതം, മൊത്തം ഈ പ്രദേശം മാറിയിരിക്കുന്നു. ഇന്ന് നിരന്തരം മാറ്റങ്ങളുടെ ഒരു കാലം കാണുന്ന കൊച്ചിൻ ഹൗസ് ഗാലറിയായി മാറുന്നു. അതിനോട് ചേർന്ന് പെയിൻറ്റിങ്ങുള്ള കെട്ടിടങ്ങൾ വരുന്നു, താമസിക്കാനുള്ള സൗകര്യം വരുന്നു. ഇവിടെ എൻഗോവിൻ്റെ പേരിൽ ഒരു 1-ാം തരം ഓഡിറ്റോറിയം, കേരളത്തിൻ്റെ പഴയ വാസ്തുവിദ്യയെ, കൂടംകൂട്ടുക എന്ന് പറയുന്ന പഴയ വാസ്തുവിദ്യയെ ആധുനിക രീതിയിൽ കൊണ്ടുവന്ന ഒരു 1-ാം തരം ഓഡിറ്റോറിയം വരുന്നു. ഒരു അത്ഭുതത്തിൻ്റെ ഓരോ തവണയും കുഞ്ഞിക്കണ്ണട്ടനുമായിട്ടുള്ള ഈ ഇടപെടലിൽ, ഓരോ ഇടപെടലിലും പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്നു. പലപ്പോഴും അത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞാൻ മദ്രാസിൽ പോകുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു താമസം. സാധാരണ 3-4 ആൾക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസം. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഒരു ഫ്ലാറ്റിലുള്ള കാലത്ത്, അത് കഴിഞ്ഞ് ഉടമസ്ഥത്തെ വീടെടുത്തപ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസിച്ചു. രാത്രിയിൽ വളരെ സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ ശേഖരം, അമ്പലത്തിൻ്റെ ശേഖരം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവുകൾ. ഇവിടുന്ന് അദ്ദേഹം പോകുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയില്ല. പക്ഷെ മദ്രാസിലെത്തിയിട്ട് പപ്പട്ടൻ, എം ഗോവിന്ദൻ, എം പി ജയൻ, പിന്നെ ആ കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ ക്രീം എന്ന് വിളിക്കാവുന്ന, ഇന്ന് മലയാളത്തിൻ്റെ ക്രീം എന്ന് വിളിക്കാവുന്ന ഒരു വലിയ വിഭാഗം മദ്രാസിലുണ്ടായത് ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ. കാരണം മലബാറിൻ്റെ ആസ്ഥാനം മദ്രാസാണ്. ഇവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് പപ്പട്ടൻ എന്ന് പറയുന്നത്, കുഞ്ഞിക്കണ്ണൻ തന്നെ പറയുന്നുണ്ട്, അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് എൻ്റെ അറിവുകൾ, എൻ്റെ വഴി തെളിഞ്ഞു വന്നത്. നിശബ്ദരായി ഇവരെയൊക്കെ കേൾക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ പഠിക്കുകയാണ്, ഭാഷ പഠിക്കുന്നു, ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. ഞാൻ പോയപ്പോൾ ആദ്യത്തെ തവണ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം എം.എൻ. റോയിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകളാണ്. ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ് കുഞ്ഞിക്കണ്ണൻ. എം.എൻ. റോയിയുടെ ഈ ഹ്യൂമനിസ്റ്റിക് ചിന്താപദ്ധതികൾ മുഴുവൻ ഇങ്ങനെ സ്വായത്തമാക്കിയ ഒരു മനുഷ്യൻ. കാരണം നിരന്തര വായന. ഒരുപക്ഷെ മലയാളത്തിലുള്ള ആനുകാലികങ്ങൾ കേരളത്തിൽ പ്രസിദ്ധീകരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാൾ മുൻപ് തന്നെ ഇതൊക്കെ കുഞ്ഞിക്കണ്ണൻ മദ്രാസിൽ വായിച്ചു കഴിഞ്ഞിരിക്കുമെന്നുള്ളതാണ്. നിരന്തരമായ വായന, വെറുതെ വായനയല്ല, അത് മനനം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത്, തൻ്റെ അഭിപ്രായങ്ങൾ
എന്നും പാലിച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയാണ്, അത് വേണമെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുന്ന് എത്ര മനുഷ്യരെ കൊണ്ടുപോയി ജോലി കൊടുത്തു. മദ്രാസിൽ ചികിത്സക്ക് പോകുന്നവർക്ക് ഏറ്റവും വലിയ ആരംഭമായിരുന്നു ഒരു കാലഘട്ടം. പിന്നെ കലാക്രമം സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ നല്ല വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് മദ്രാസിലേക്ക് കൊണ്ടുപോകും. കലാക്ഷേത്രയിൽ അവരെ കൊണ്ടുപോകൽ മാത്രമല്ല, പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറയും, ഇവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഭരതനാട്യം എടുത്തു, കുച്ചിപ്പുടി കൊണ്ടുവന്നു, ചിത്രകല കൊണ്ടുവന്നു, കാരണം ഡയറക്ടറായിട്ട് അംഗീകരിക്കുന്നു, ശില്പകല കൊണ്ടുവന്നു, മ്യൂറൽ. കേരളത്തിൽ ഗുരുവായൂർ മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഔപചാരികമായി മ്യൂറൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്. മ്യൂറലിൽ നമ്മുടെ ചിത്രകലാ രംഗത്ത് നിന്ന് ഒരു കാലത്ത് അപ്രത്യക്ഷമായതാണ്. പക്ഷേ അതിന് പുനർജന്മം ഉണ്ടായത് ഗുരുവായൂർ ക്ഷേത്രം തീപിടിച്ചപ്പോഴാണ്. ഒരു ഉർവശീശാപം ഉപകാരം എന്നുള്ള തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തീപിടിച്ചപ്പോൾ അവിടുത്തെ ചുമർചിത്രങ്ങളൊക്കെ നശിച്ചു. അന്നത്തെ ഭരണസമിതി അന്വേഷിച്ചു, ഇത് ചെയ്യാൻ പറ്റിയ, നവീകരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയ ആരാണ് ഇനി ബാക്കിയുള്ളത്, ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും മനസ്സിലാവുന്നു, നിത്യവും രാവിലെ അവിടെ വരുന്നൊരു മനുഷ്യനുണ്ട്, തൊട്ടപ്പുറത്തെ മമ്മിയൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ. അദ്ദേഹം ഈ കേരളത്തിൻ്റെ പ്രാചീന ചുമർചിത്ര സമ്പ്രദായം ഔപചാരികമായി പഠിച്ച അവസാനത്തെ ആളുകളിലൂടെ, ജീവിച്ചിട്ടുള്ള അവസാനത്തെ ആളുകളിലൂടെയാണ്. അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുവരികയും ഗുരുവായൂരിലെ ചുമരുകൾ വീണ്ടും ചിത്രാങ്കിതാവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെങ്കിൽ താങ്കൾ പഠിപ്പിക്കാൻ തയ്യാറാവുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, സൗകര്യമുണ്ട്. അങ്ങനെയാണ് ഗുരുവായൂർ മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതും മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ പ്രിൻസിപ്പളാവുന്നത്. അതിൻ്റെ പാരമ്പര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് ഗുരുവായൂരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ചുരുക്ക സ്ഥലങ്ങളിലേക്ക് നിയോഗമുണ്ടായിരുന്നു. പിന്നെ കലാഗ്രാമത്തിലാണ്. വടക്കൻ കേരളത്തിൽ മ്യൂറൽ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്നത് കലാഗ്രാമമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മ്യൂറൽ ചരിത്രത്തിൽ കലാഗ്രാമത്തിനൊരു വലിയ സ്ഥാനിപ്പുണ്ട്. വളരെ ചുരുക്കം സ്ഥാനങ്ങളുള്ള വാസ്തവിക അറിയിക്കണം കലാഗ്രാമം. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി, കാലടി യൂണിവേഴ്സിറ്റി, ഗുരുവായൂർ കഴിഞ്ഞ ഈ 3 കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ട്. ഇവിടെ ഈ കലാരൂപങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ യോഗം കൊണ്ടുവന്നു. കുഞ്ഞിക്കണ്ണാട്ടന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, സംസ്കൃതം പഠിക്കണം. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സംഗീതവും നൃത്തവും ഭരതനാട്യവും ക്ലാസിക്കൽ സംഗീതവും പഠിക്കുന്ന ആൾ നിർബന്ധമായും സംസ്കൃതം പഠിച്ചിരിക്കണം. കാരണം പദങ്ങളുടെ പ്രയോഗം ശുദ്ധമാകണമെങ്കിൽ അത് വേണം. ഇത് നമുക്കൊരു സാധാരണക്കാരന് കിട്ടുന്ന വഴികാട്ടലല്ല. കുഞ്ഞിക്കണ്ണാട്ടനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം മനസ്സിലാക്കി. പലപ്പോഴും ഇവിടെ ഏത് പരിപാടി നടക്കുമ്പോഴും അദ്ദേഹം ഒരു കാലത്ത് സ്റ്റേജിൽ ഇരിക്കില്ല. കാണികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നൃത്ത പരിപാടിയുടെ സമയത്താണെങ്കിൽ അദ്ദേഹം ഓരോ ഇനത്തെയും അവിടെ ഇരുന്ന് വിലയിരുത്തും, സ്വകാര്യമായി പറയും. ഓരോ കുട്ടിയുടെ നൃത്തത്തെക്കുറിച്ചും ഭാവത്തെക്കുറിച്ച്, ചരണങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണയാണ്. ഇതിന് കാരണം ഞാൻ മനസ്സിലാക്കിയത്, മദ്രാസിൽ അദ്ദേഹം തൻ്റെ സഹോദരിയുടെ മക്കളെയൊക്കെ നൃത്തം പഠിപ്പിച്ചിരുന്നു. ഇവിടെ തന്നെ കാമേശ്വരൻ, കലൈമാമണി കാമേശ്വരൻ എന്ന നല്ല നൃത്ത അധ്യാപകനെ കൊണ്ടുവന്നു. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇവിടെ ശ്രീ എ.പി. കുഞ്ഞിക്കണ്ണനെ കുറിച്ചൊരു അനുസ്മരണം നടത്താൻ ഞാൻ ആളല്ല. അദ്ദേഹവുമായി വ്യക്തിപരമായി വലിയൊരു ബന്ധം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കലാഗ്രാമം സ്ഥിതി ചെയ്യുന്ന ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന ഒരു പദവി വെച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സദസ്സിലേക്ക് കടന്നുപിടിക്കുമ്പോൾ ശ്രീ എ.പി. കുഞ്ഞിക്കണ്ണനെ കുറിച്ച് ദീർഘനേരം ഒരു അനുസ്മരണ ഭാഷണം നടത്താൻ
അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ഒട്ടേറെ പേർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ പറ്റിയവരാണല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊരു ദീർഘമായ ഭാഷണത്തിലേക്ക് മുതിരുന്നില്ല. അദ്ദേഹവുമായി ഞാൻ നേരിട്ട് ഒരു വേദി പങ്കിടുന്നത് ഇവിടെ ആദരണീയനായ ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ ടി പത്മനാഭൻ്റെ ഒരു അർദ്ധകാല പ്രതിമ ഇവിടെ മലയാള കലാഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിൽ അദ്ദേഹം ആ വേദിയിൽ ഉണ്ടായിരുന്നു. ഞാനും അന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വളരെ വാർദ്ധക്യസഹജമായ അവശതകൾ നേരിട്ട ആളായിട്ടായിരുന്നു ഞാൻ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീ പി കുഞ്ഞിക്കണ്ണനുമായി വളരെ ഹ്രസ്വകാലത്തെ ഒരു പരിചയം, ഒരു ചെറിയൊരു ബന്ധം മാത്രമാണ്. മലയാള കലാഗ്രാമത്തെ നേരത്തെ തന്നെ 20 വർഷം മുമ്പ് ഞാൻ പഠിച്ച പരിമളം LP സ്കൂളിൻ്റെ വാർഷികം മലയാള കലാഗ്രാമത്തിൽ വെച്ചായിരുന്നു നടത്തിയത്. 20 വർഷം മുമ്പ് വളരെ ചെറിയ കുട്ടിയായിരുന്ന ഘട്ടത്തിൽ, ഒരു 10 വയസ്സുള്ള കുട്ടിയായിരുന്ന ഘട്ടത്തിൽ ആ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി മലയാള കലാഗ്രാമത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. അന്ന് എൻ്റെ ഒരു ധാരണ ഇതൊരു കലാമണ്ഡലം പോലെ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ പൊതു സ്ഥാപനമായിരിക്കും എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് കലാഗ്രാമത്തെക്കുറിച്ചും ശ്രീ പി കുഞ്ഞിക്കണ്ണനെക്കുറിച്ചുമൊക്കെ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചത്. തീർച്ചയായും അദ്ദേഹം ഈ മലയാള കലാഗ്രാമം ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട് അദ്ദേഹത്തെ ഓർമ്മിക്കുമെന്ന് മാത്രം ചുരുക്കം വാക്കുകളിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു. അടിക്കടി ഓരോ പ്രശ്നത്തിലും ഇവിടെ ഓടിയെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു വേള അദ്ദേഹം മാഹിപ്പാലത്ത് ബസ്സിറങ്ങി, അങ്ങനെ സമയം ലേറ്റായതുകൊണ്ട് അദ്ദേഹം ഓടി വരികയാണ്. ആ വരുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന സിൽക്ക് മുണ്ട് അഴിഞ്ഞുപോയത് പോലും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ തന്നെ അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയായിരുന്നു. കാരണം മുണ്ടഴിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അന്ന് പലർക്കും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. മദ്യപാനികളുടെ ഒരു സ്ഥാപനമാണ് മാഹിപ്പാലം എന്ന് പറയുന്നത്. പപ്പാട്ടിനിപ്പോൾ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ധാരാളം രസകരമായിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ പപ്പാട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റേജിൽ പലപ്പോഴും വാർഷികാഘോഷ വേളയിൽ നമുക്ക് സിംഹഗർജനം കേൾക്കാൻ കഴിയുമായിരുന്നു. അത് മറ്റാരുടേതായിരുന്നില്ല, MV ദേവൻ മാസ്റ്ററാണ്. ഗീത ഗുരുവിന് പ്രമാണമോ എന്ന ഏറ്റവും വിവാദപരമായിരിക്കുന്ന ഒരു പ്രബന്ധം അദ്ദേഹം ഇവിടെ വെച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്ത് നേടി എന്ന മറ്റൊരു, അതും ഏറെ വിവാദമുണ്ടാക്കിയ മറ്റൊരു പ്രഭാഷണ പരമ്പരയായിരുന്നു. അപ്പോഴെല്ലാം ഈ 1ാം നമ്പർ സീറ്റിൽ AP ഇരിക്കുന്നുണ്ടാകും, തൊട്ടപ്പുറം ദേവമാഷുണ്ടാവും, ചേർന്ന് പപ്പാട്ടനുണ്ടാവും, അതേപോലെ തന്നെ കേപ്പാലൂർ മരാർ മാഷ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. വളരെ ഒരു കൊച്ചു കുട്ടിയെ പോലെ സാഗോദം ചെവി കൂർപ്പിച്ചു വെച്ച് ദേവൻ മാഷയുടെ പ്രഭാഷണത്തെ കേൾക്കുന്ന, നേരത്തെ മരാർ മാഷയോട് പറഞ്ഞു, പിഞ്ചുകുട്ടികൾ നടനമാടുന്നത് പോലും ഓരോ ചുവടും ഭാവങ്ങളുമെല്ലാം അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു തൃഷ്ണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആളറിയാതെ ഈ കലാഗ്രാമത്തിലെ മിടുക്കരായിരിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ അദ്ദേഹം ഇവിടുന്ന് കലാക്ഷേത്രയിലേക്ക്, ചെന്നൈയിലെ കലാക്ഷേത്രയിലേക്ക് അയച്ച് ബിരുദാനന്തര ബിരുദം ഉപരിപഠനം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് രാജ്യാന്തരങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയെങ്കിലും ആളുകളെ എനിക്ക് നേരിട്ട് അറിയാം. അത്തരത്തിൽ ഇതൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹം അങ്ങനെയാണ്. ഇവിടെ നടക്കുന്ന ഓരോ, എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ AP മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ ഏതാനും കഴിയുന്നില്ല. ഇവിടെ എവിടെയൊക്കെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇവരെല്ലാം മരിക്കുന്നത് വരെ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് ജീവിത അന്ത്യഘട്ടത്തിൽ തൻ്റെ ഹൃദയത്തിൽ ഒരുപക്ഷെ ചുമർ ശില്പം പോലെ, ഒരു ചുമർ ശില്പത്തിൽ നിന്ന് ശില്പത്തിന് അടർത്തിയെടുക്കാൻ നമുക്ക് അങ്ങനെ കഴിയില്ല. അങ്ങനെ അടർത്തിയെടുക്കണമെങ്കിൽ
ആ ചുമരിൽ നിന്ന് അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് പോയി. അതേപോലെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച തൻ്റെ ആത്മ സുഹൃത്ത് ടി പത്മനാഭൻ്റെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഈ കലാഗ്രാമത്തിൻ്റെ അങ്കണത്തിൽ, അതും കടന്നു വരുന്ന സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന ഉൾക്കടമായിരിക്കുന്ന അഭിനിവേശത്തിൽ നിന്നാണ് ആ പ്രതിമ അവിടെ സ്ഥാപിതമായിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അഭിലാഷം തന്നെയായിരുന്നു. അതേപോലെ ഈ ഇവിടെ കാണുന്ന എല്ലാ പടങ്ങളും, എം ഗോവിന്ദിൻ്റെ അടക്കമുള്ള എല്ലാ പടങ്ങളും മദ്രാസിയിലെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പവിത്ര സംഘം എന്ന പേരിൽ അറിയപ്പെട്ട കലയുടെ സാഹിത്യത്തിൻ്റെ ദാർശനികതയുടെ എല്ലാം ഒരു പരസ്പര പൂരകങ്ങളായിരുന്ന പാരസ്പര്യത്തിൻ്റെ ഒരു സംഗമ വേദിയായിരുന്നു അവിടെ ഈ പവിത്ര സംഘം. അവരെ എല്ലാം തന്നെ ഇവിടെ ഈ അതിമനോഹരമായിരിക്കുന്ന എം വി ജയൻ മാസ്റ്ററുടെ ശില്പചാരുതയിൽ പിറവിയെടുത്ത, ഏത് കൊടുംവേനയിലും ചൂട് അനുഭവപ്പെടാത്ത, എക്കോ പ്രതിധ്വനിയില്ലാത്ത ഈ ഒരു കേരളീയ വാസ്തവ ശില്പഭംഗിയിൽ തീർത്ത ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് അവരെയെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ആജ്ഞാശക്തി ഇപ്പോൾ AP ഓഫീസിലിരിക്കും, ഓരോ പരിപാടിയെക്കുറിച്ച് പറയും. ഇനി വരുന്ന പരിപാടി എന്താണ്, ദേവൻ മാഷാണ് വിളിക്കുക. ഫോണെടുത്ത് ചോദ്യമൊന്നും ഉണ്ടാവില്ല, അത് ചിലപ്പോൾ തിക്കോടിയായിരിക്കും. നീ ഇത്രാം തീയതി ഇനിയൊരു പരിപാടി ഉണ്ട്, ഇവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞ് ഫോണോടെ വെക്കുക. ചിലപ്പോൾ അത് OMB-യോടായിരിക്കാം. OMB-യോട് ആരെങ്കിലും പാർട്ടിസ്യമായിട്ട് പറഞ്ഞാൽ കണക്കാറില്ല. OMB-യോട് പോലും അതേ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുക. ഇവർ തമ്മിലുള്ള MGS-നോട് ഇതൊക്കെ ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇവരെല്ലാം തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ അതിൻ്റെ ആഴം നമുക്ക് അളക്കാൻ പോലും കഴിയില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ടി പത്മനാഭനെ തൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ ഇവിടെ ഉണ്ടാകണം, കാണണം, എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു എന്നത് വലിയ അഭിമാനത്തോടെയാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. കണ്ണീരോടുകൂടി അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും എഴുതേണ്ടി വന്നിട്ടുണ്ട്. ആ ഓർമ്മകളെ സംബന്ധിച്ച് വലിയ പ്രായവ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ എന്ന് കലാഗ്രാമം സ്ഥാപിക്കപ്പെടുന്നു അന്ന് മുതൽ ഉള്ള ഒരു ബന്ധമാണ്, പ്രത്യേക വാത്സല്യം എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, മദ്രാസിയിലും ഒക്കെ എല്ലാ ഇടങ്ങളിലും അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു തോളിൽ കൈയിട്ട് സംസാരിക്കാൻ, കാരണം ആത്മസുഹൃത്തുക്കളെ പോലെ പപ്പാടനും അവരൊക്കെ സമശീർഷരായിരിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നെപ്പോലുള്ള വളരെ താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ചോദ്യം കൈയിട്ട് സംസാരിക്കാനുള്ള, പ്രായവ്യത്യാസമില്ലാതെ സംസാരിക്കാനുള്ള ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഉടമ തന്നെയാണ് അദ്ദേഹം. വലിയ നഷ്ടമാണ്. എന്നെപ്പോലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള മഹാരാജന്മാർ എൻ്റെ മരണശേഷം മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്ന് കൊതിച്ചു പോകുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ DM ശശി അവരുടെ KK മാരായ നന്മയുടെ മാമരമായി വളർന്നൊരു മനുഷ്യൻ ബന്ധങ്ങളെയും സ്നേഹത്തെയും ആഘോഷമാക്കി മാറ്റിയൊരു മനുഷ്യൻ, മനുഷ്യത്വത്തെ തൻ്റെ ഹൃദയതാളമാക്കി മാറ്റിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്മൃതിധന്യമായ ഓർമ്മകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. മലയാള കലാഗ്രാമത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹത്തിന് കലാഗ്രാമത്തിൻ്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും ആദരസമന്വിതമായ ആത്മപ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ശ്രീ ടി പത്മനാഭൻ അവർകളാണ്. മധുരവും സൗമ്യവും ദീപ്തവുമായ ഭാഷയിൽ സ്നിഗ്ധവും മുഗ്ധവും ഭാവമൃദുലവുമായ കഥകൾ കൊണ്ട് നമ്മെ മോഹിപ്പിച്ച എഴുത്തുകാരനാണ് പപ്പയ്യൻ. അദ്ദേഹം ഈ വാർദ്ധക്യത്തിൻ്റെ അവശതയിലും AP-യോടുള്ള അഗാധമായ സ്നേഹബന്ധത്തിൻ്റെ സ്ഫുരണമായി ഇവിടെ വന്നെത്തുകയും ആ മഹിത സാന്നിധ്യം കൊണ്ട് ഈ വൈകുന്നേരത്തെ സമ്പന്നമാക്കുകയും ചെയ്തതിന് അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിക്കും കലാഗ്രാമത്തിനുള്ള ആദരസമന്വിതമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു.
സ്പീക്കർ എന്ന വാക്കിന് വാഗ്മി എന്നാണ് അർത്ഥം. ഇവിടെ വാഗ്മിയായ സ്പീക്കർ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അവിടെയൊന്നും ഒരുതരം പ്രക്ഷുബ്ധതയുമില്ലാതെ സൗമ്യമായ ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ നാടിൻ്റെ നാൾവഴികൾ നമ്മളോട് കൊടുത്തത്. AP ഓർമ്മിക്കുമ്പോൾ തന്നെ AP വിഭാവനം ചെയ്ത സോഷ്യലിസത്തിൻ്റെയും മാനുഷികതയുടെയും ഹ്യൂമനിസത്തിൻ്റെയും എല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നൊരു സൂചനയാണ് ആ പ്രഭാഷണത്തിലൂടെ ഉണ്ടായത്. സാധാരണ നാം പറയാറുണ്ട് മിതം സാരഞ്ച വജോഹി വാഗ്മിത എന്ന്. ഇവിടെ സ്പീക്കർ ഒരു വാഗ്മിയാണ്. സ്പീക്കർ എന്ന പദത്തിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ സമ്മാനിച്ചത്. തിരക്കുകൾക്കിടയിലും ഇവിടെ വന്നു ചേരുകയും നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ആദരസമന്വിതം സംഘാടക സമിതിയോട് നന്ദി അറിയിക്കുന്നു. KK മാരാർ മാഷ് സാധാരണഗതിയിൽ അനർഘടമായി സംസാരിച്ചു പോകുന്ന ഒരാളാണ്. ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഫീലിങ്സ് എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ എപ്പോഴും കാണാറുള്ളത്, കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ വൈകാരികതയോടുകൂടിയാണ് അദ്ദേഹം AP ഓർത്തത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കലയുടെ പല വിഭാഗങ്ങളിലേക്ക് കടന്നുപോയെങ്കിലും അതെല്ലാം AP വിഭാവനം ചെയ്ത സന്ദർഭങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു. മാരാർ മാഷ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഈ സംഘാടക സമിതി ഞങ്ങളുടെ ആദരസമന്വിതമായ നന്ദി അറിയിക്കുന്നു. പിന്നെ അർജുൻ പവിത്രൻ അദ്ദേഹം പറഞ്ഞു AP-യുമായിട്ട് അത്രമേൽ അഗാധമായ ഹൃദയബന്ധങ്ങളൊന്നുമില്ല എന്ന്. എങ്കിലും അദ്ദേഹം ഇവിടെ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആശംസ അർപ്പിക്കുകയും ചെയ്തതിന് ഞാൻ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രനോട് സംഘാടക സമിതിയുടെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഉള്ളത് ഞങ്ങൾ ഈ സംഘാടക സമിതിയുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നന്ദി പറയലാണ്. ഡോക്ടർ AP ശ്രീധരനാണ് സ്വാഗതം പറഞ്ഞത്. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നന്ദി അറിയിക്കുന്നു. ചാലക്കര പുരുഷു വളരെ മനോഹരമായി, അങ്ങനെ തന്നെ പറയണം, വളരെ മനോഹരമായി നാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ AP-യുമായി ബന്ധപ്പെട്ടത് ഇവിടെ പറഞ്ഞു. അദ്ദേഹവും ഞങ്ങളുടെ സംഘാടക സമിതിയുടെ കുടുംബാംഗമാണ്. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് രാവിലെ 3 മണിക്ക് കലാഗ്രാമത്തിൻ്റെ MB ദേവി ആർട്ട് ഗാലറിയിലൊരു ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. 50ഓളം ചിത്രകാരന്മാർ പങ്കെടുത്ത 80ഓളം ചിത്രങ്ങളുടെ ഒരു ബൃഹത്തായ മനോഹരമായ പ്രദർശനമായിരുന്നു അത്. ആ പ്രദർശനം ക്യൂറേറ്റ് ചെയ്തത് കലാഗ്രാമത്തിൽ തന്നെ ഒരു അധ്യാപകനായ പ്രശാന്ത് വളവിതമാണ്. അദ്ദേഹത്തോട് നന്ദി പറയുന്നു. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൗഢ സദസ്സ് ഇപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ആരംഭത്തിലുണ്ടായിരുന്ന ആ പ്രൗഢ സദസ്സിനെ നീവേകിയത് ഈ ചിത്ര പ്രദർശനവുമായി വന്നെത്തിയ AP-യോട് ആദരവുള്ള ഒരുപാട് കലാകാരന്മാരാണ്. ആ കലാകാരന്മാരോടും ഞങ്ങൾക്കുള്ള ഹൃദയപൂർവമായ നന്ദി ഇവിടെ അറിയിക്കുന്നു. നിങ്ങളിവിടെ അദ്ദേഹത്തിൻ്റെ AP-യുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എള്ളും പൂവും അർപ്പിക്കുകയായിരുന്നു എന്ന് നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും ഈ സംഘാടക സമിതിയുടെ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.